എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 7-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, അടുത്തിടെ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച സായ് പ്രണീത് ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചോദ്യം എന്താണ്? അടുത്തിടെ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച സായ് പ്രണീത് എന്ന വ്യക്തി ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബാഡ്മിന്റൺ. ഏതാണ്? ബാഡ്മിന്റൺ. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ചോദ്യം ക്ലിയർ ആയില്ലേ? എന്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി? 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദിയാണ് ഡൽഹി. ഞാൻ എന്റെ എല്ലാ കറണ്ട് അഫയേഴ്സ് വീഡിയോസിലും പറയാറുണ്ട്, വേദികൾ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, എല്ലാ വേദികളും ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കുക. ഓക്കെ, മറന്നു പോകരുത് ഈ വേദികളൊന്നും, തിരിഞ്ഞും പോകരുത്. നമ്മുടെ ദൃഷ്ടി ന്യൂസിന്റെ കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മറന്നു പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന OTT പ്ലാറ്റ്ഫോം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഇത് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരാണ് ആരംഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച ആപ്ലിക്കേഷൻ? ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച ആപ്ലിക്കേഷൻ ആണ് ഹരിതമിത്രം. എന്താണ്? ഹരിതമിത്രം. ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2025-ലെ G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025-ൽ G20 ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു വേദിയാണ്. നമ്മൾ നേരത്തെ ഒരു വേദി പറഞ്ഞായിരുന്നു, അതും ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഏഴാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് മറയൂരിലാണ്. എവിടെയാണ്? മറയൂരിലാണ്. മറയൂർ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് മറയൂർ. ഓർത്തിരിക്കുക. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. അതും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ എട്ടാമത്തെ ചോദ്യം, യുവ എഴുത്തുകാർക്കുള്ള 17ാമത് മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? യുവ എഴുത്തുകാർക്കുള്ള 17ാമത് മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് രജനി സുരേഷിനാണ്. ആർക്കാണ്? രജനി സുരേഷിനാണ്. രജനി സുരേഷിന്റെ ഏത് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്? വള്ളുവനാടൻ വിഷുക്കുടുക്ക. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ദൃഷ്ടി ന്യൂസിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.